അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും കാഴ്ചയും പൂരവും പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നു എന്നത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനിയിലാണ് പ്രധാനമന്ത്രിയുടെ 2 പരിപാടികൾ. തമ്പാനൂർ മുതൽ കിഴക്കേക്കോട്ട വരെ റോഡ് ഷോയും സംഘടിപ്പിക്കുന്നുണ്ട്. 4 റെയിൽവേ പദ്ധതികളുടെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. സെമി ഹൈസ്പീഡ് റെയിൽ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾക്കായി തിരുവനന്തപുരത്തേക്ക് തന്നെ പോകേണ്ടതുണ്ട്. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സനിസ, നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോർപ്പറേഷൻ ഭരണം പിടിച്ചതിന് തൊട്ട് പിന്നാലെ BJP അവകാശവാദവുമായി രംഗത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രി ഉടൻ തന്നെ കൊണ്ടുവരും, അപ്പോൾ പ്രധാനപ്പെട്ട കുറേ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ കുറച്ചധികം നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും റെയിൽവേ പദ്ധതികളുടെ പ്രഖ്യാപനം അടക്കം കേരളം ഉറ്റുനോക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തുക? ഏതൊക്കെ പരിപാടികളാണ് അദ്ദേഹത്തിന് ഇന്ന് അവിടെയുള്ളത്? സൈഫു, പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൽ 10 മണിയോടെ തന്നെ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ശേഷം ഓവർബ്രിഡ്ജിൽ നിന്നും പുത്തരിക്കണ്ടത്തേക്ക് പ്രത്യേക റോഡ് ഷോ ഉണ്ടാകും. അവിടെ നിന്നായിരിക്കും പ്രധാന വേദിയിലേക്ക് എത്തുക. പിന്നീടായിരിക്കും ഈ 4 പുതിയ റെയിൽ പദ്ധതികളുടെ ഉദ്ഘാടനം. കൂടാതെ തന്നെ വിവിധ കേന്ദ്ര പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയൊരു തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് നഗരത്തിലാകെ പ്രധാനമന്ത്രിയുടെ വരവിന്റെ ഉദ്ദേശത്തോടെ നടത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ 45 ദിവസത്തിനകം ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ നഗരസഭയുടെ വിവിധ വികസനങ്ങളുടെ പത്രിക പ്രകാശനം തുടങ്ങിയ കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് BJPയുടെ വലിയ തരത്തിലുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ BJPയുടെ നഗരസഭയുടെ ഭരണസമിതി അധികാരത്തിൽ വന്ന ദിവസങ്ങൾ 27 ദിവസത്തോളമായിട്ടേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരം നഗരത്തിൽ എത്തുകയാണ്. കൂടാതെ പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ ബ്ലൂ പ്രിന്റ് പ്രകാശിപ്പിക്കുന്നത് പ്രധാനമന്ത്രി തന്നെ ആയിരിക്കുമോ എന്ന ഒരു കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം മേയറുടെ ഒരു പ്രതികരണം വന്നിരുന്നു. അത്തരത്തിലൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ പരിപാടികൾ അനുസരിച്ച് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നു, പുത്തരിക്കണ്ടത്ത് എത്തുന്നു. കൂടാതെ തന്നെ 4 പുതിയ റെയിൽവേ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു. കൂടാതെ തന്നെ വിവിധ കേന്ദ്ര പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പുമുണ്ട്. കൂടാതെ ഇത്തരത്തിൽ ഈ ബ്ലൂ പ്രിന്റ്, നഗരത്തിന്റെ വിവിധ വികസനങ്ങളുടെ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്ന ഒരു മുന്നറിയിപ്പാണ് നിലവിൽ ലഭിക്കുന്നത്. കൂടാതെ തന്നെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് നഗരത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ജൽസി സൈഫു.